വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 18-ാം തീയതി നവംബർ മാസം 2025 രാവിലെ 7:39 ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഡയറക്ഷൻ പറയാറില്ല. കാരണം വെച്ചാൽ നിഫ്റ്റി പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇപ്പം നിറച്ച ആൾക്കാർ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിറച്ച ആൾക്കാരും ഉണ്ട് മാർക്കറ്റിൽ യൂട്യൂബിൽ ഇടാനായിട്ടും നോക്കാനായിട്ടും. അത് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി, ഒരു സെറ്റപ്പ് റെഡിയാക്കുക. അത് കുറച്ച് വർഷങ്ങളെടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെടുത്താലും കുഴപ്പമില്ല. അത് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന സെറ്റപ്പായിരിക്കണം. ഇത് നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈൻഡിൽ കയറ്റിയുകൊണ്ട് സന്തോഷപ്പെടരുത്. നിങ്ങൾ എങ്ങനെ സന്തോഷപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല എൻട്രി കിട്ടി. ഈ എൻട്രി കിട്ടിയതിൻ്റെ റീസൺ എന്താണ്, ഇവിടെ എന്താണ് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡ് അവിടെ വർക്ക് ചെയ്തത് ലൈവ് മാർക്കറ്റിൽ. നമ്മൾ ഇത് പ്രീസെറ്റ് ചെയ്താൽ നമുക്ക് നടക്കില്ല. മാർക്കറ്റിൽ മാത്രം പ്രീസെറ്റ് ചെയ്താൽ നടക്കില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡിലുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുക. എക്സാമിന് ഇരിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് അതിന് വരുന്ന ആൻസറിന് എഴുതുന്നത് പോലെ ഇവിടെ ആ സമയത്തിൻ്റെ ഒരു ചില ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ നടക്കുന്നത് പോലെ നിങ്ങൾ അതിനകത്ത് എൻട്രിയും എക്സിറ്റ് എടുക്കുക. അപ്പോൾ ഒരു ലാഭം കണ്ടു കഴിഞ്ഞാൽ ആ എൻട്രിയിൽ നിങ്ങൾ എന്താണ് നല്ലത് ചെയ്തത്, അത് നല്ല എൻട്രി ആണ് എന്ന് വിചാരിച്ച് സന്തോഷിക്കുക. അതുപോലെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ എൻട്രിയിൽ എന്താണ് നല്ലത് ചെയ്യാത്തത് എന്നാലോചിച്ച് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുക. ഒരു ദിവസം മാക്സിമം ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ആഫ്റ്റർ മാർക്കറ്റ് ഹവേഴ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. ചെയ്താൽ ഇമോഷൻ ഭയങ്കരമായിട്ട് കയറും. അത് നിറച്ച് വീണ്ടും ലോസിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ആണ് പറയുന്നത്. പിന്നെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കണ്ടുവന്നുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒക്കെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ കണ്ടിടത്തോളം ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിറച്ച ആൾക്കാർ 5 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ് സ്കാൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അവർ ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് പറയാൻ കാരണം, ഈ ഓപ്ഷൻ സെല്ലറിനെതിരാണ് നമ്മൾ നിൽക്കുന്നത്. ഓപ്ഷൻ ബയറായിട്ട് അവർക്ക് കുറേ സമയം വേണം എക്സിറ്റ് ആവാൻ. ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് ആ പ്രൈസിൽ കൊണ്ടുവന്ന് അതിനെ ഫയർ ഫൈറ്റ് ചെയ്ത് അവർ ഒരു ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര പെട്ടെന്ന് ചാടി ഇറങ്ങണം എന്നില്ല. കാരണം ഇന്നലെ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടു, നിഫ്റ്റി ഫ്യൂച്ചറും സ്പോട്ടും ഒക്കെ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ നിന്നു. എങ്കിൽ പോലും ഓപ്ഷൻ സെല്ലർ പേടിച്ചില്ല, അതായത് CE സെല്ലർ പേടിച്ചില്ല. ഇതൊക്കെ നിങ്ങൾ നോക്കണം. എന്തുകൊണ്ടാണ് അവർ പേടിക്കാത്തത്? അവർ പേടിച്ചാലല്ലേ അവർ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ പൊസിഷൻ. ഇതൊക്കെ ആലോചിക്കണം, നോക്കണം. സോ ഇന്നത്തെ നമുക്ക് കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് 2 ആയിട്ടാണ് നിൽക്കുന്നത്. 55ഉം 80ഉം ഇങ്ങനത്തെ ഒരു 2 മിഡിൽ റേഞ്ചാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.